ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാരോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു റിയൂണിയൻ. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നുപോയ ഒരു വ്യക്തി തിരികെ വരുവാനായിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാഴ്ച പറയുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവരുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവരുടെ കരിയറാണ് വലുത്, അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളാണ് വലുത്. അല്ലാതെ മറ്റുള്ളവരെ കുറിച്ച് ഒന്ന് ചിന്തിക്കുകയോ അവർക്ക് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഈ ഫീലാകുന്നതോ ഒന്നും ഇവർ ചിന്തിക്കാറില്ല. ഇവർക്ക് ഇവരുടെ കാര്യം മാത്രമായിരുന്നു ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്ത് ഈ വ്യക്തിക്ക് എന്തോ ഒരു വലിയ വിഷമം ഈ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ വ്യക്തിക്ക് ഇതുവരേക്കും സംഭവിക്കാത്ത രീതിയിൽ ഒരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഫാമിലിയിൽ നിന്നും ആയിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൽ നിന്നായിരിക്കാം, ഇപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ അവരുടെ അടുത്തു നിന്നും ഈ വ്യക്തിക്ക് ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ഈ വ്യക്തിക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി വളരെയധികം മറ്റുള്ളവരുടെ സ്നേഹം ഇപ്പോൾ ഈ വ്യക്തി വളരെയധികം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, മനസ്സിലാകുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരുന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വലിയ കെയർ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കാം. ചിലപ്പോൾ ഒന്ന് സംസാരിക്കാനോ ചിലപ്പോൾ ഫുൾ ടൈം ഫോണിലിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ വ്യക്തി കേൾക്കാനായിട്ട്, അതായത് ഉൾക്കൊള്ളാനോ ഒന്ന് കേൾക്കാനോ ഈ വ്യക്തി ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയത് തന്നെ. ഓക്കെ, അതായത് നിങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കുറേ എഫേർട്ട് ഇട്ടതും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ഇവരുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് ചേർന്നതല്ല. അങ്ങനെയായിരുന്നു ഏറ്റവും ആദ്യം ഈ വ്യക്തിയുടെ ചിന്തകൾ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക. അതായത് മറ്റുള്ളവർ നിങ്ങളെ രണ്ടുപേരെയും കൂടി കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, മറ്റുള്ളവരുടെ ഒരു ചിന്താഗതി ആയിരുന്നു ഈ വ്യക്തിയുടെ തലയിൽ ഉണ്ടായിരുന്നത്. അതായത് നിങ്ങളുടെ ഒപ്പം നടക്കുമ്പോഴൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ്. അതായത് മറ്റുള്ളവർ നിങ്ങളെ കണ്ടതിനെ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ പുറകിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമോ, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്തെങ്കിലും എന്നെ കളിയാക്കുമോ, അങ്ങനെയൊക്കെയാണ് ഈ വ്യക്തിയുടെ ചിന്തകൾ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തിയുടെ സാഹചര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ആ ഒരു മോശമായിട്ടുള്ളൊരു കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ ഒരു ട്രാജഡി എന്ന രീതിയിൽ തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതായത് അതിൽ നിന്നും പുറത്തു വരാനോ ആ ഒരു കാര്യം ഉൾക്കൊള്ളാനോ ഒന്നും ഈ വ്യക്തിക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല. അതായത് എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചോ എന്നുള്ളൊരു ചോദ്യം കൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ വ്യക്തിയുടെ ഇപ്പോൾ. അപ്പോൾ ഫാമിലിയിൽ നിന്നും ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെയധികം ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നും ആയിരിക്കാം ഈ വ്യക്തിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകുന്നത്. അതായത് ഇവർ പറ്റിക്കുന്ന രീതി, അതായത് ഇപ്പോൾ ഫാമിലി ആണെങ്കിലും ഈ വ്യക്തി ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തിയോട് വളരെ സ്നേഹമാണ്. ഈ വ്യക്തി എന്തുകൊണ്ടും ഫാമിലിയെ വളരെയധികം സഹായിക്കുന്ന ഒരാളായിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളെപ്പോഴും മറന്ന്, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്നും ഓർക്കാതെയും, അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്നതൊന്നും ഓർക്കാതെയും ഈ വ്യക്തിയുടെ ഫാമിലിക്ക് വേണ്ടി ചിലവഴിക്കുകയും, അതായത് അല്ലാണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ചിലവഴിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ വിഷമിച്ച് മാറിയായിരിക്കും നിന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഒരു കർമാറ്റിക് സിറ്റുവേഷൻ എന്നൊക്കെ പറയാൻ പറ്റും. കാരണം നിങ്ങൾ അനുഭവിച്ചത് ഈ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നു. ആ ഒരു ഒറ്റപ്പെടലിൻ്റെ വേദന ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം മനസ്സിലാക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് വളരെയധികം ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം ആലോചിക്കുന്നുണ്ട്, നിങ്ങളെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഒരു എനർജി, ഇപ്പോഴത്തെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നു. അതായത് നിങ്ങൾ ഇത്രയും കാലം കുറച്ച് വിഷമിച്ച രീതിയിലായിരിക്കാം നിങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ്, പൈസ വേണം, നല്ലൊരു കരിയർ ആയിരിക്കണം, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് മുന്നോട്ട് പഠിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി നല്ലത് വേണം, അല്ലെങ്കിൽ പ്രമോഷൻ കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിട്ട് നിൽക്കുന്ന ഒരാൾക്കാരൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ടാകും. അപ്പോൾ
ഈ വ്യക്തികൾ, അതായത് നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയും ആ ഒരു രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ വളരെയധികം മോശമാണ്. കാരണം വളരെയധികം വിഷമിക്കുന്നുണ്ട്, വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വലിയ മൈൻഡൊന്നും തരാതെ ഈ വ്യക്തിയുടെ കാര്യങ്ങളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും, അതായത് നിങ്ങൾക്കൊരു വാല്യൂ ഈ വ്യക്തി തന്നിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ പേടികളിൽ നിന്നൊക്കെ ഈ വ്യക്തി എസ്കേപ്പ് ആവുന്ന രീതിയിൽ, അതായത് എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പൊന്നും എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് നിങ്ങളും ഈ വ്യക്തിയുടെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ്. അല്ലാണ്ട് നിങ്ങൾ ചിലപ്പോൾ തല്ലുപിടിക്കാനോ ഒന്നും പോയിട്ടുണ്ടാവില്ലായിരിക്കും. നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ തന്നെ ജീവിതത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കും, ഞാൻ മുന്നോട്ട് പോയാലേ പറ്റൂ എന്ന രീതിയിലായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, പക്ഷേ തിരിച്ചു കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും അവഗണന മാത്രമാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ എനർജിയിലേക്ക്, അതായത് നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. അപ്പോൾ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഈ വ്യക്തി തന്നെ ആയിരിക്കണം എന്നില്ല, നിങ്ങളുടെ പാസ്റ്റിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങളെ ഡിസർവ് ചെയ്യുന്ന, അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ വേണം, അതായത് പൂർണ്ണമായിട്ടും നിങ്ങളെ വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസൊക്കെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനത്തെ പ്രൊമോഷനൊക്കെ വരികയാണെങ്കിൽ വളരെയധികം സന്തോഷിച്ച് വളരെയധികം ആനന്ദിക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചിലപ്പോൾ ഈ വ്യക്തി തന്നെയായിരിക്കാം, അതായത് നിങ്ങളുടെ പാസ്റ്റിലുള്ള ഇപ്പോൾ നിങ്ങളെ കളഞ്ഞതിൽ റിഗ്രറ്റ് ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ ആവാനായിട്ടും ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ആ ഒരു പ്രണയം എന്താണെന്ന് നിങ്ങൾ പൂർണ്ണമായിട്ടും അറിയണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അല്ലാണ്ട് താൻ മാത്രം ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് നിങ്ങൾ പോയിട്ടുള്ളതും അതിൻ്റെ വിഷമം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളൊരു സമാധാനം ശരിക്കുള്ള ഒരു സമാധാനം നിങ്ങൾ ഈ ഒരു പുതിയ വ്യക്തിയിൽ നിന്നും അനുഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. അതായത് നിങ്ങൾക്കൊന്നും അറിയേണ്ട, ഈ വ്യക്തി തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഓക്കെ, അതായത് ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തി എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് നമ്മളുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാനായിട്ട് പോകുന്നു. അപ്പോൾ ഇപ്പോൾ പോകുന്ന ആ ഒരു ഫ്ലോയിൽ തന്നെ നിങ്ങൾ പോകൂ എന്ന് തന്നെയാണ്. അതായത് നിങ്ങളൊരു സോൾമേറ്റ്, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനുള്ള ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗുഡായിട്ട് തോന്നുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ചൂസ് ചെയ്യുക. നന്നായിട്ട് ആലോചിച്ച് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ പാതി പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഡിസർവ് ആയിട്ടുള്ള കാര്യങ്ങൾ, മണി, പിന്നെ അതേപോലെ തന്നെ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷനൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംഭവിക്കാം. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ട കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാനായിട്ട് പോകുന്നു. പിന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് തന്നെ വിട്ടുകൊടുത്തേക്കാം. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇപ്പോൾ നിങ്ങൾ പഴയ വ്യക്തിയെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കുറേ കാര്യങ്ങൾ ആ വ്യക്തിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ്. അതായത് ആ വ്യക്തി ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും കൂടി നടന്നിരുന്ന ആ ഒരു സാഹചര്യങ്ങളും, പിന്നെ അതേപോലെ നിങ്ങൾ ഈ വ്യക്തിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് തന്നിരുന്ന അവഗണനയെക്കുറിച്ചും ഒക്കെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയൊരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷേ അത് ചിലപ്പോൾ പസ്റ്റിലുള്ള ആൾ തന്നെ ആവണം എന്നില്ല, ചിലപ്പോൾ ഒരു ന്യൂ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അതായത് നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സിൽ നിന്നും ഉള്ളൊരു വ്യക്തിയൊക്കെ ആവാനായിട്ടും വളരെയധികം ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ പതിയെ പതിയെ ആ ഒരു ഫ്ലോയിലൂടെ, അതായത് നിങ്ങൾ ദൈവത്തിലേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിട്ടുകൊടുക്കൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ആ ഒരു ഫ്ലോയിൽ അതങ്ങ് പൊയ്ക്കോളും എന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ഡിസർവ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതായത് നിങ്ങൾ വിഷമിച്ചിരുന്ന കുറേ സാഹചര്യങ്ങൾ അങ്ങനെ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പിന്നീട് വരാൻ ഇരുന്നത് കൊണ്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ വിഷമിക്കാതിരിക്കുക, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒക്കെ വിട്ട് കളയുക. ഇപ്പോൾ ഈ പാസ്റ്റിലുള്ള നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ വ്യക്തിയാണ് തിരിച്ചു വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ന്യൂ പേഴ്സൺ എന്ന രീതിയിലായിരിക്കും. ഓക്കെ, അതായത് പഴയതുപോലെ നിങ്ങൾ അവഗണിക്കുന്ന ഒരു സാഹചര്യമൊന്നും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല. അതായത് നിങ്ങൾ ആ ഒരു ലവ് എന്താണെന്നുള്ളതും ആ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കെയർ എന്താണെന്നൊക്കെ നിങ്ങൾ അനുഭവിക്കാനായിട്ട് പോകുന്നതേ ഉള്ളൂ. അതായത് നിങ്ങളൊരു സമാധാനം, വളരെ വലിയൊരു സമാധാനം നിങ്ങൾ അറിയാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ദൈവം കേൾക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള റീഡിങ്. താങ്ക് യു.